നമസ്കാരം. MS മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. മേലാറ്റൂർ പഞ്ചായത്ത് 10-ാം വാർഡ് അയിലക്കര മലയപ്പറമ്പ് കോളനിയിൽ പുലിയെ കണ്ട ഭീതിയിൽ ജനങ്ങൾ. എന്ത് സംഭവിച്ചെന്ന് പറയാം? ഞാൻ വണ്ടിയിൽ സീറ്റിലാണ് നിരവധി കണ്ടിട്ട് സീറ്റ് സമയത്ത് ഒരു സാധനം പതുങ്ങി വരുന്നുണ്ട് സൗണ്ട് ഇട്ട് അതിന് നോക്കുമ്പോൾ പതി പുലി വരികയാണ്. അതിന് പിന്നെ പേടിച്ചിട്ട് ആകെ എന്തളിച്ചൊരൊന്നും ശബ്ദമൊന്നും വന്നില്ല. പേടിച്ചിട്ട് ഞാൻ പിന്നെ ആർക്കുണ്ട് കൂക്കിയാണ്ട് ശബ്ദം വരുന്നില്ല, പേടിച്ച് മരവിച്ചു പോയാൽ. പിന്നെ ഡാനിയനെ വിളിച്ചു, ആർത്ത് വിളിച്ചു. എൻ്റെ ആർപ്പ് കേട്ട ശേഷം തിരിച്ചു പോവുക ചെയ്തത് പുലി. നല്ല പേടിച്ചതിൻ്റെ ശബ്ദം തന്നെ വന്നില്ല പേടിച്ചിട്ട്. ഒരു 10:30-10:45 സമയത്താണ് പോയി. സാധനം ശരിക്കും നേരെ പിടിക്കാൻ വേണ്ടി പതിഞ്ഞൊക്കെ വരുന്നത്. ശരിക്കും ഞാൻ ആർത്തിട്ടിൽ ചിലപ്പോൾ എന്നെ പിടിച്ചിട്ടുണ്ടാവും. അത്രയും അടുത്തുനിന്ന് സാധനം കണ്ടത്. ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുമ്പ് ആ റബ്ബർ ടാപ്പിങ്ങുകാർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ റബ്ബറിൻ്റെ ആണ് അത് ടാപ്പിങ്ങുകാർ ഓടിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ബൈക്കുകാരെ കണ്ടു, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേടി എന്താ ഇപ്പോഴും പോയിട്ടില്ല. രാത്രി ഉറങ്ങിയിട്ടില്ല. 3 മണി വരെ ഉറങ്ങിയിട്ടില്ല. ഇരിക്കുന്നു ഉറങ്ങാൻ കഴിയില്ല. ഈ അന്താളിപ്പോൾ പോകുന്നില്ലായിരുന്നു. ആ പേടി ഇങ്ങനെ മനസ്സിൽ നിൽക്കുക. ഇപ്പം തന്നെ ഒരു വറച്ചിലുണ്ട് ഇങ്ങനെ പേടിച്ചിട്ട്. അത്രയും ഇതിൽ കണ്ടു. സംസാരിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വാർത്തിട്ട് ശബ്ദമൊക്കെ പോയി. നാട്ടിൻ ലെവലിൽ ഇതിന് സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ഏകദേശം ഒരു കഴിഞ്ഞ ആഴ്ച നമ്മുടെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. അവിടെ രാവിലെ ഒരു സമയം ഒരു 4-4:30 മണിയാകുമ്പോൾ ടാപ്പിങ്ങുകാർ വന്നപ്പോൾ അവിടെ പുലി കിടക്കുന്നതായി കണ്ടു എന്നുള്ള ടാപ്പിങ്ങുകാർ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരത്ത് പിന്നെ ഒരു കാട്ട്, പിന്നെ കുറുക്കൻ്റെയാണെന്ന് അറിയില്ല, നായിൻ്റെയെന്ന് അറിയില്ല, അവശേഷം കണ്ടു എന്നും പറയുന്നുണ്ട്. പ്രദേശവാസിയായ വിനു ഇന്നലെ രാത്രി 10 മണിക്ക് പുലിയെ കണ്ടതായി വിവരമറിയിക്കുകയും തുടർന്ന് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല. തൊട്ടടുത്ത പ്രദേശത്തും സമാന രീതിയിൽ പുലിയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ അറിയിച്ചു. 20ഓളം കുട്ടികൾ പഠിക്കുന്ന മലയപ്പറമ്പ് അംഗനവാടിയിലെ കുട്ടികളും രക്ഷിതാക്കളും ഭീതിയിലാണ്. തുടർന്ന് എങ്ങനെ പ്രവർത്തിക്കുമെന്ന ആശങ്കയിലാണ് ടീച്ചർ. അംഗനവാടിക്ക് 2 ദിവസം അവധി പ്രഖ്യാപിച്ചു. നാട്ടുകാരുടെ ഭീതി അകറ്റുന്നതിനായി അധികൃതർ നടപടിയെടുക്കണമെന്നും എത്രയും പെട്ടെന്ന് CCTVയും പുലിക്കെണിയും സ്ഥാപിക്കണമെന്നും വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും ആവശ്യപ്പെട്ടു. മേലാറ്റൂർ പഞ്ചായത്ത് 10-ാം വാർഡ് അയിലക്കര മലയപ്പറമ്പ് അംഗൻവാടിക്ക് സമീപമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഇന്നലെ രാത്രി പുലിനെ കണ്ടതായി പ്രദേശവാസികൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പും 2-3 പ്രാവശ്യം ഇവിടെ റബ്ബർ വെട്ടുകാരൊക്കെ ഇവിടെ പുലിനെ കണ്ടു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി ഇത് കണ്ടതോടുകൂടി ഇവിടുത്തെ ഒരു 10-20ഓളം വരുന്ന പ്രദേശവാസികൾ, കുടുംബങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികളെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കാളിയാവ് ഫോറസ്റ്റ് ഓഫീസർ രാജീവ് സാറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ക്യാമറ വെക്കാനും അല്ലെങ്കിൽ പുലിക്കിണി സ്ഥാപിക്കാനും ഒക്കെ സന്നദ്ധനാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രദേശവാസികളോടൊക്കെ കൂടിയാലോചിച്ച് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു തീരുമാനം അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതിനവർക്ക് വേണ്ട നിവേദനം കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ ആശങ്ക അകറ്റി ഇത് 2-3 പ്രാവശ്യമായി ഇപ്പോൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ വീട്ടിൽ രാത്രി കടന്നുറങ്ങുമ്പോൾ വളരെ വലിയ ആശങ്കയിലുമാണ്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.